ക്ലാസ്സിൻ്റെ ആരംഭത്തിലേക്ക് വീണ്ടും. ഷൂട്ട് ഫോർ LV ഫംഗ്ഷൻ ആദ്യത്തെ ഫയലാണ്. ആദ്യത്തെ സോൺ ഞാൻ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ മെനു എടുത്തത് ശേഷം ഷൂട്ട് 1, ഷൂട്ട് 2, ഷൂട്ട് 3 എന്നിവ പിന്നിട്ട് ഷൂട്ട് ഫോർ LV ഫംഗ്ഷൻ എന്ന ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യുക. ആ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്താൽ അവിടെ കാണുന്നത് 6ഓളം ഫയലുകൾ കാണാനായിട്ട് സാധിക്കും. ഒന്ന് ലൈവ് വ്യൂ ഷൂട്ട് എനേബിൾ കാണാം, മറ്റൊന്ന് AF മെത്തേഡ് കാണാം, AF മോഡ് ലൈവ് മോഡ് കാണാം, ഗ്രിഡ് ഡിസ്പ്ലേ കാണാം, എക്സ്പെക്റ്റേഷൻ റേഷ്യോ കാണാം, എക്സ്പോസ് സിമുലേഷൻ കാണാം. പ്രിയപ്പെട്ടവരെ, ഇതാണ് ആ ഫയലുകൾ. പക്ഷേ നമ്മൾ അംഗങ്ങളൊന്നും ഒരു കാര്യം മനസ്സിലാക്കണം. ഇതിൽ ആദ്യം പോകേണ്ടത് നമ്മൾ ഫോട്ടോ ആണോ എടുക്കുന്നത്, വീഡിയോ ആണോ എടുക്കുന്നത് എന്നാണ് ആദ്യത്തെ ചോദ്യം. ഫോട്ടോ ആണോ എടുക്കുന്നതെങ്കിൽ എക്സ്പെക്റ്റേഷൻ റേഷ്യോയിൽ വന്ന് 3:2 എന്നും, വീഡിയോ ആണ് എടുക്കുന്നതെങ്കിൽ 16:9 16:9 എന്ന ഫയലോ ആദ്യം ഓപ്പൺ ചെയ്യണം. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ 3:2 എന്ന ഫോട്ടോഗ്രാഫി ഫയലാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ ഷൂട്ട് ഫോർ LV ഫംഗ്ഷനിൽ നിന്ന് മൂന്നാമത്തെ സോണായ AF മോഡ് ലൈവ് മോഡ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഫയൽ വരും. ഒന്ന് ലൈവ്, മറ്റൊന്ന് ഫ്ലെക്സി, മറ്റൊന്ന് ക്വിക്ക്. ഇങ്ങനെ 3 മോഡുകളാണ് വരിക. ഈ 3 മോഡിൽ ഏതാണ് എനിക്ക് വേണ്ടത്? എന്താണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്? ഒരു വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഒരു മുന്നൊരുക്കം എന്ന് പറയുന്നതില്ല. നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മളെ പ്രശ്നം എന്താണ്? നോക്കുന്ന വസ്തു ഷാർപ്പാകുന്നില്ല, അല്ലെങ്കിൽ നോക്കുന്ന മേഖല ഷാർപ്പാവുന്നില്ല, അല്ലെങ്കിൽ നോക്കുന്നതേ ഷാർപ്പാവുന്നുള്ളൂ. ലെഫ്റ്റ് ഔട്ടാവുന്നു, റൈറ്റ് ഔട്ടാവുന്നു, അല്ലെങ്കിൽ റൂഫ് മേലെ ഔട്ടാവുന്നു, പാദങ്ങൾ ഔട്ടാവുന്നു. അതല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നേ ഷാർപ്പാവുന്നുള്ളൂ, ഇല്ലെങ്കിൽ മൊത്തം ഷാർപ്പാകുന്നില്ല. ഇങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ നേരിടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മെമ്പർമാർ ഓർക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഫോട്ടോഗ്രാഫിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ലൈവ് മോഡ് എന്ന് പറയുന്ന സോണാണ് നമ്മൾ ഓക്കെ കൊടുക്കേണ്ടത്. ലൈവ് മോഡ് എന്നുള്ള സോണാണ് ഓക്കെ കൊടുക്കേണ്ടത്. ആ ലൈവ് മോഡ് എന്താണ്, ഫ്ലെക്സി മോഡ് എന്താണ്, ക്വിക്ക് മോഡ് എന്താണ് എന്നുള്ളതാണ് നമുക്ക് അടുത്തതായി പരിശോധിക്കാനുള്ളത്. ഒന്നാമത്തെ ലൈവ് മോഡ്, അതിലേക്ക് വരാം. ഇവിടെ ഈ ഫയലിലേക്ക് വരുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം ക്യാമറയെ സംബന്ധിച്ചിടത്തോളം, ഫോട്ടോഗ്രാഫിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ലെൻസ്, ഓപ്റ്റിക്കൽ ക്വാളിറ്റി. ലെൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു കോൺവെക്സ് ലെൻസാണ്, അതായത് സംപ്രജന ലെൻസാണ്. കോൺവെക്സ് ലെൻസ് അഥവാ സംപ്രജന ലെൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണിലുള്ള ലെൻസ് ഏതാണോ അത് തന്നെ. കണ്ണ് തന്നെയാണ് ക്യാമറയുടെ ലെൻസും. അതായത് 2 ലെൻസിൻ്റെയും ദർപ്പണവും അതിൻ്റെ ഉപയോഗവും ഒരേപോലെ തന്നെ. അതായത് കണ്ണിൻ്റെ ദൃശ്യപരിധിക്ക് സമാനമായ പ്രൈം ലെൻസുകൾ, ദൃശ്യപരിധിയെ കൂടുതൽ സമ്പന്നമാക്കുന്ന വൈഡ് ആംഗിൾ ലെൻസുകൾ, നോക്കുന്നിടം മാത്രം ഷാർപ്പാകുന്ന ഉയർന്ന ഫോക്കൽ ലെങ്ത്തുള്ള ടെലിഫോട്ടോ ലെൻസുകൾ, ഉയർന്ന അപ്പർച്ചർ പ്രയോറിറ്റിയുള്ള ബ്ലോക്ക് ലെൻസുകൾ, ഇത് 3ഉം ഈ ലൈവ് മോഡിലൂടെ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലൈവ് മോഡ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മാഷൊന്ന് സൂചിപ്പിക്കുന്നു, അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. അല്പം സ്ഥിരതയുള്ള വസ്തുക്കളെ കൂടുതൽ വ്യക്തതയിൽ കൊണ്ടുവരുന്നു. അതാണ് ലൈവ് മോഡിൻ്റെ ഒരു ഗുണം. അല്പം സ്ഥിരതയുള്ള വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ വലിയ മോഷൻ ഇല്ലാത്ത, ചലനങ്ങളില്ലാത്ത, ഏകദേശം വെഡ്ഡിങ് ഒക്കെ പോലെ തന്നെ അധികം ആളുകൾ ചലിക്കുന്നില്ല, നിശ്ചലമായി നിൽക്കുന്ന വസ്തുക്കളാണ്. അവിടെയും ഇവിടെയും എവിടെയും നിശ്ചലമായി നിൽക്കുന്ന വസ്തുക്കളാണ്. അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെ ഏറ്റവും അഭികാമ്യമായി വരിക ലൈവ് മോഡാണ്. കാരണം അല്പ സ്ഥിരതയുള്ള വസ്തുക്കളാണ് നമ്മളെ മുന്നിൽ കാണുന്നത്. അവയെ കൂടുതൽ വ്യക്തതയിലേക്ക് ഫോക്കസ് ആക്കും. അത് ആ ഒരു സോണിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് നമുക്കറിയാം, ഒരു സംപ്രജന ലെൻസിൻ്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വരുന്ന പ്രകാശകിരണങ്ങൾ ലെൻസിലേക്ക് കടക്കുമ്പോൾ അപവർത്തനം സംഭവിക്കും. അപവർത്തനത്തിന് ശേഷം ലെൻസിൻ്റെ പുറയിലുള്ള ഒരു ബിന്ദുവിൽ സന്ധിക്കും. ഈ ബിന്ദുവും ലെൻസിൻ്റെ കൃത്യം കേന്ദ്രബിന്ദുവും തമ്മിലുള്ള ആ ദൂരത്തെ ഈ ഒരു ലൈവ് മോഡ് എന്ന് പറയുന്ന സോൺ കൃത്യമായിട്ട് ക്രമീകരിക്കും. ആ ഫോക്കൽ ലെങ്ത് കൃത്യമായിട്ട് ക്രമീകരിക്കും. അതാണ് ലൈവ് മോഡിൻ്റെ ഒരു ക്വാളിറ്റി. ഇനി ഫ്ലെക്സി സോണിലേക്ക് വന്നാൽ അതിൻ്റെ ഒരു വേർഷൻ ഒന്ന് വേറെയാണ്. നമുക്ക് വീഡിയോ എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന വസ്തുക്കളോ പെട്ടെന്ന് ചലനം മൂലം ചലനം സംഭവിക്കുന്ന വസ്തുക്കളോ അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ആണെങ്കിൽ അവയെ
പിന്തുടർന്ന് ഫോക്കസിലാക്കുന്നു. അതാണ് അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു വാക്ക്. പിന്തുടർന്ന് ഫോക്കസിലാക്കുന്നു. അതാണ് ഫ്ലെക്സി സോണിൻ്റെ ഒരു ഗുണം. ഇപ്പം നമുക്ക് സാധാരണ പറയാറില്ല സ്പോർട്സ് മോഡ് എന്നൊക്കെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ ചെയ്യുന്നു പറഞ്ഞ പോലെ, അവിടെ ആ ഇമേജുകൾക്ക് ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഫോട്ടോഗ്രാഫർക്ക് സ്വാതന്ത്ര്യമുള്ളത് തന്നെ ആ ഇമേജുകൾക്കും സ്വാതന്ത്ര്യമുണ്ട്. ആ ഇമേജ് കൂടുതൽ ചലിക്കാം, കൂടുതൽ വേഗതയിൽ ചലിക്കാം, വേണമെങ്കിൽ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ആവാം. ഇങ്ങനെ ആ ദ്രുത ചലനങ്ങളൊക്കെ പെട്ടെന്ന് ഫ്രീസ് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ നോക്കുന്ന ദിശയിൽ വസ്തുവിനെ പിന്തുടർന്ന് ഫോക്കസ് ആക്കുന്ന വളരെ ടാലൻറ്റഡായ ഒരു സോണാണ് ഫ്ലെക്സി സോണുകൾ. നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് ഈ സോണിലേക്ക് വരേണ്ടതാണ്. അടുത്തതാണ് ഷൂട്ട് ഫോർ LV ഫംഗ്ഷനിൽ ഈ AF മോഡിൽ I മോഡിൽ കിട്ടുന്ന മൂന്നാമത്തെ സോണായ ക്വിക്ക് മോഡാണ്. ഏത് അവസ്ഥയിലും, അതായത് ചലിക്കുന്ന വസ്തുവാവട്ടെ, ചലിക്കാത്ത വസ്തുവാവട്ടെ, സ്ഥിരമായി നിൽക്കുന്ന വസ്തുവാവട്ടെ, ഏത് വസ്തുവായാലും, അതോടൊപ്പം തന്നെ പ്രകാശത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഉള്ളതോ, അതായത് മങ്ങിയ വെളിച്ചമോ അരണ്ട വെളിച്ചമോ രാത്രികാല ദൃശ്യങ്ങളോ എന്തുമാകട്ടെ, ഏത് തരത്തിലുള്ള സാഹചര്യമായാലും ഈ സോൺ, ഈ മോഡ് വസ്തുവിനെ പെട്ടെന്ന് ഫോക്കസിലാക്കും. ആ പേര് പോലെ തന്നെ ഫോട്ടോഗ്രാഫർ ജോലി ചെയ്യുന്നതിന് മുമ്പ് തന്നെ, നമ്മൾ തൊഴിൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളൊന്ന് ഉറപ്പ് വരുത്തണം, എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആവുക ലൈവ് മോഡാണോ, ഫ്ലെക്സി സോണാണോ, അതല്ല ക്വിക്ക് മോഡാണോ എന്ന് ആലോചിച്ചിട്ട് വേണം ഇതിലേക്കൊന്ന് കടക്കാൻ. ഇതിൽ ഒരു പിഴവ് സംഭവിച്ചാൽ നമ്മൾ ചെയ്യുന്ന ഈ ജോലിയുടെ അവസാനം വരെ ആ പിഴവ് ചിലപ്പോൾ കാണിച്ചെന്ന് വരും. അടുത്തത് കേസ് 3 അഥവാ AF കോൺഫിഗറേഷൻ ടൂൾ എന്നൊരു ടൂളിലേക്കാണ് നമുക്ക് വരുന്നത്. AF കോൺഫിഗറേഷൻ ടൂൾ, ആ പേരൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഓർമ്മയിൽ വെക്കണം. AF കോൺഫിഗറേഷൻ ടൂൾ, നമ്മൾ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഫോക്കസിങ്ങിനെ സംബന്ധിച്ചൊരു മിസ്സിങ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എക്സ്പെർട്ടുകളൊക്കെ വിളിക്കുമ്പോൾ അവർ പറയുന്ന ലാംഗ്വേജ്, അവർ പറയുന്ന ഭാഷ, ഇതിൻ്റെ ഒരു ലിറ്ററസി നമുക്ക് മനസ്സിലാകാതെ പോകരുത്. കാരണം നമ്മളൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പേരുകളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലേക്ക് വെക്കണം. നമുക്ക് ഓപ്പൺ ചെയ്യാം. കേസ് 3 അഥവാ AF കോൺഫിഗറേഷൻ ടൂളിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് വരാം. AF കോൺഫിഗറേഷൻ ടൂളിലേക്ക് വന്നാൽ അവിടെ ഉള്ള ഫയലുകൾ മാഷൊന്ന് മെമ്മറി ചെയ്യാം. അവിടെ 6 ഫയലുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1 വെർസറ്റൈൽ മൾട്ടിപർപ്പസ് ഏരിയ, 2 ഇൻസ്റ്റാൻ്റ്ലി ഫോക്കസ് ഓൺ സബ്ജക്റ്റ്, 3 സഡൻലി എൻറ്ററിങ് പോയിൻ്റ്, 4 ട്രാക്കിംഗ് സെൻസിറ്റിവിറ്റി, 5 എക്സൽ ട്രാക്കിംഗ് സെൻസിറ്റിവിറ്റി, 6 AFPT ഓട്ടോ സ്വിച്ച്. എന്താണ് സാങ്കേതികമായി ഈ ഫയലുകൾ? എന്തൊക്കെയാണ് ഈ ഫയലുകൾ നമുക്ക് വെച്ച് നീട്ടുന്ന അല്ലെങ്കിൽ തരുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? നമുക്കിതിലേക്കൊന്ന് വരാം. ഒന്നാമത്തെ വെർസറ്റൈൽ മൾട്ടിപർപ്പസ് ഏരിയ, അതിലേക്കൊന്ന് വരാം. ഒരു നിശ്ചിത ഫോക്കൽ ലെങ്ത്തിന് അപ്പുറവും ഒരു നിശ്ചിത ഫോക്കൽ ലെങ്ത്തിന് ഇപ്പുറവും, അതായത് നമ്മൾ നോക്കുന്ന വസ്തുവിൻ്റെ മുന്നിലും പുറകിലുമുള്ള വസ്തുക്കളുടെ മുഖ്യ ഫോക്കസിങ്ങിലേക്ക് നമ്മുടെ കാഴ്ചയെ കൊണ്ടുവരുന്ന ഫയലാണിത്. അതായത് നമ്മളൊരു വസ്തുവിനെ ഫോക്കസ് ചെയ്യുമ്പോൾ ആ വസ്തുവിൻ്റെ മുന്നിലും പുറകിലും ഉള്ള വസ്തുക്കളെ മുഖ്യ ഫോക്കസിലേക്ക് കൊണ്ടുവരുന്നൊരു ഫയലാണിത്. അതുകൊണ്ടാണ് അതിനെ വെർസറ്റൈൽ എന്ന് പറയാൻ തന്നെ കാരണം. ബഹുമുഖമായിട്ടുള്ള അറിവുകളും ബഹുമുഖമായിട്ടുള്ള കഴിവുകളും പ്രാപ്തികളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഏരിയയാണിത് വെർസറ്റൈൽ. നമ്മൾ പറയാറില്ലേ, ഒരുപാട് കാര്യങ്ങളിൽ പ്രാവീണ്യം നേടിയ ആളുകളെ വെർസറ്റൈൽ ജീനിയസ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതേപോലെ ഒന്നിൽ കൂടുതൽ ഏരിയ എന്നാണ് അതിൻ്റെ അടുത്ത പരാമർശം. മൾട്ടിപർപ്പസ് എന്നാണ്. വെർസറ്റൈൽ മൾട്ടിപർപ്പസ്, ഒന്നിൽ കൂടുതൽ ഏരിയ ഫോക്കസ് ആകും, ഒന്നിൽ കൂടുതൽ ഏരിയയിൽ ഷാർപ്പാകും. അപ്പോൾ ഒരു വസ്തു അതിൻ്റെ നിശ്ചലാവസ്ഥയിൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ ഏരിയയും ഷാർപ്പാക്കും. അതാണ് ഈ ഫയലിൻ്റെ ഒരു ഗുണം, അതാണ് ഈ ഫയലിൻ്റെ പേര് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ക്യാമറയിൽ സെൻറ്റർ ഫോക്കസ് സെലക്ഷൻ ആദ്യമേ കൊടുത്തിരിക്കണം. എങ്ങനെയാണ് സെൻറ്റർ ഫോക്കസ് സെലക്ഷൻ കൊടുക്കുക എന്നുള്ളത് നമുക്ക് AF3 വൺ ഷോട്ടിലാണ് പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് AF3 വൺ ഷോട്ടിലേക്ക് വരുമ്പോൾ മാഷത് പറയാം, സെൻറ്റർ ഫോക്കസ് സെലക്ഷൻ കൊടുക്കണം എന്നുള്ളതാണ് പ്രാഥമികമായൊരു അറിവ്. രണ്ടാമത്, ഈ ഫയൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് സെൻറ്റർ ഫോക്കസ് സെലക്ഷന് വിധേയമായിട്ടാണ് മറ്റെല്ലാ ഇമേജുകളെയും ഷാർപ്പാക്കുന്നത്. അതേസമയം വസ്തുവിൻ്റെ മുകളിൽ, വസ്തുവിൻ്റെ താഴെ, ലെഫ്റ്റ്, റൈറ്റ്,
ഈ എല്ലാ ഏരിയയും ഒരുപോലെ ഫോക്കസിങ്ങിലേക്ക് പരിഗണിക്കാൻ തൊട്ട് മുൻപിൽ നമ്മൾ പറഞ്ഞ ഷൂട്ട് ഫോർ എൽ വി ഫംഗ്ഷനിൽ എ എഫ് മോഡ് ലൈവ് മോഡിലെ ലൈവ് എന്ന് സെലക്ട് ചെയ്യണം. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ വെർസറ്റൈൽ മൾട്ടിപർപ്പസ് ഏരിയ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ തൊട്ട് മുന്നിൽ ഉള്ള പ്രീവിയസ് ഫയലായ എ എഫ് മോഡ് ലൈവ് മോഡ് ക്ലിക്ക് ചെയ്തിട്ട് ലൈവ് മോഡ് എന്ന് സെലക്ട് ചെയ്താൽ മാത്രമേ ഇവിടെ ഈ വെർസറ്റൈൽ മൾട്ടിപർപ്പസ് ഏരിയ എല്ലാ വസ്തുക്കളെയും ഒരു ഫ്രെയിമിൽ താഴെയും മുകളിലും വശങ്ങളിലുമുള്ള അതേപോലെ ഡയഗണലി കോണോട് കോണുള്ള വസ്തുക്കളെ എല്ലാം ഒരൊറ്റ മുഖ്യ ഫോക്കസിലേക്ക് നമുക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ എ എഫ് കോൺഫിഗറേഷൻ ടൂളിലെ വെർസറ്റൈൽ മൾട്ടിപർപ്പസ് ഏരിയയ്ക്ക് മാച്ച് ചെയ്യുന്ന ലൈവ് മോഡ് നമ്മൾ കൊടുത്തിരിക്കണം. അതോടൊപ്പം തന്നെ സെൻറ്റർ ഫോക്കസ് സെലക്ഷനും കൊടുത്തിരിക്കണം. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമം.